ഓണം എന്ന പേര് എവിടെ നിന്നുണ്ടായി എന്നറിയാമോ? ശ്രാവണമാണ് ഓണമായി മാറിയതെന്ന് പറയുന്നുണ്ട്. ശ്രാവണം ശ്രാവണമായും ഓണമായും മാറിയെന്നും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ പേരിൽ ഒരു ജനതയുടെ ആഹ്ലാദം ഇരിക്കുന്നു. നന്മയാർന്ന ഒരു കാലത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നു. അസുരരാജാവായ മഹാബലി തന്റെ ജനതയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ത്യാഗം ഇരിക്കുന്നു. മനോഹരമായ ഒരു ലോകത്തിന്റെ ചിത്രം ഇരിക്കുന്നു. പൂവിളികളും തുമ്പിതുള്ളലുമായി മണൽമുറ്റങ്ങളിൽ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും ഇരിക്കുന്നു ഓണമെന്ന ഈ പേരിൽ. പൂപ്പൊന്നോണത്തിന്റെ പുത്തൻ കാഴ്ചകളുമാണ് ഓണം. പണ്ടത്തെ ഓണം മാത്രമാണ് മനോഹരം, എല്ലാ സൗന്ദര്യവും പണ്ടുകാലത്തേത് മാത്രമാണ് എന്ന് തീർത്തു പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കാലത്തിനനുസരിച്ച് നമ്മുടെ ശീലങ്ങളും ഇഷ്ടങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും ഒക്കെ കോലം മാറുന്നുണ്ട്, ഇല്ലേ? ഓണത്തെ മാത്രം മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഇന്ന് വീടുകളിൽ നിന്ന് ഓണം സ്കൂൾ മുറ്റങ്ങളിലേക്കും കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട്. ഓണത്തോടൊപ്പം അവിടെ പരസ്പര സ്നേഹവും സൗന്ദര്യവും കടന്നു ചെല്ലുന്നുമുണ്ട്. അത്തം 10 നാൾ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പൂക്കൾ കൂട്ടിച്ചേർത്ത് 10ാം നാൾ 10 തരം പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നുണ്ട് ചില നാട്ടിൽ. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുക്കുക. അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവ് മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ പലതരം പൂക്കൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. 2ാം ദിവസം 2 ഇനം പൂവുകൾ, 3ാം ദിവസം 3 തരം പൂവുകൾ. അങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടത്തിന്റെ അന്നാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഉല്ലസിക്കുന്ന ഓണക്കാലത്തെ നീലാകാശം തെളിവാർന്ന മേഘചിത്രങ്ങളുള്ള ഒരു പുത്തൻ കുടയായി നമുക്ക് മേൽ ഉയർന്നു കാണാറുണ്ട്. മലയാളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെ ചിത്രം കൂടിയാണ് ഓണം. കാലാവസ്ഥാ വൈവിധ്യങ്ങൾ നിറഞ്ഞ കേരളം. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കൊയ്ത്തുത്സവമായി ഓണം മാറുന്നതും അതുകൊണ്ടാണ്. ചന്നം ഭിന്നം പെയ്യുന്ന കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം പിറക്കുമ്പോൾ മനുഷ്യരും പ്രകൃതിയും ഒരുമിച്ചുണർന്ന് സന്തോഷമാർന്ന നൃത്തം ചെയ്യുന്നുണ്ട്. മഴ മാറി വെയിൽ തെളിഞ്ഞ വഴിയിലൂടെ ഓണപ്പാട്ട് മൂളി കടന്നു പോകുന്നുണ്ട് സന്തോഷമുള്ള മനസ്സുകൾ. സൗന്ദര്യമുള്ള പഴയ ഓർമ്മകളും ചേർന്നതാണ് ഓണം. എല്ലാ ആരവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുന്ന സാധാരണ ജനതയ്ക്ക് എല്ലാ ദുഃഖങ്ങളും മറന്ന് മനസ്സു നിറഞ്ഞുല്ലസിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുതുവർഷാഘോഷം. ഒരു വർഷം മുഴുക്കെ മണ്ണിൽ പണിയെടുത്ത് മഴയോടും കാറ്റിനോടും പ്രകൃതിക്ഷോഭങ്ങളോടും പടവെട്ടി തളർന്ന് നടുചായ്ക്കാൻ പോലും ഇടമില്ലാത്ത പാവങ്ങളുടെ കൂടി ആഘോഷമാണ് ഓണം. തിരുവോണത്തിന്റെ കോടിയൊടുക്കാൻ കൊതിക്കുന്ന തെരുവിന്റെ മക്കൾക്ക് ഓണക്കോടിയുമായി വരാൻ ഉത്രാടപ്പൂനിലാവിനോട് അപേക്ഷിക്കുന്ന കവിയുടെ ഹൃദയമെഴുതിയ പാട്ടുമാണ് ഓണം. അപ്പോഴേക്കും ഉത്രാടപ്പൂനിലാവേ വാ എന്ന ഓണപ്പാട്ട് മനസ്സിലും ചുണ്ടിലും വിരിഞ്ഞു, അല്ലേ? അങ്ങനെയുള്ള ദരിദ്രനാരായണന്മാർക്കും മാവേലി നാട്ടിൽ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമുണ്ടായിരുന്നു. ആ കാലം ഓർത്തെടുക്കുകയുമാണ് നമ്മൾ. നാട് നന്നാവുന്നത് ആ നാട് ഭരിക്കുന്ന ഭരണാധികാരി നന്നാവുന്നത് കൊണ്ട് കൂടിയാണ്. ദ്രാവിഡ തനിമയുള്ള കേരള മണ്ണിന്റെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്താൻ നമ്മെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് മാവേലി ഓണം. മൺമറഞ്ഞുപോയ ഉറ്റവരെ ഓർക്കാനും അവരോടൊപ്പം കഴിഞ്ഞിരുന്ന നല്ല നാളുകൾ ഓർക്കാനും വർഷത്തിൽ ഒരു ദിവസം നാം തിരഞ്ഞെടുക്കാറുണ്ട്. ആ ഓർമ്മനാൾ നമ്മിൽ ഉണർത്തുന്ന വൈകാരികതയുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ മഹത്വമറിയുന്ന മലയാളി ഓർമ്മകൾ പെയ്യുന്ന മഴ നനയാറുണ്ട്. ആ നനവോടൊപ്പമാണ് നാം മാവേലി തമ്പുരാനെയും ഓർക്കുന്നത്. എത്രയാവർത്തിച്ചാലും മടുക്കാത്ത സ്വന്തം കഥകളുടെ ഉമ്മറത്തിരുന്നു കൊണ്ട് ഓർമ്മമഴയുടെ പെയ്ത്ത് ആസ്വദിക്കുന്നവരുമാണ് നാം മലയാളികൾ. നമുക്ക് പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, മനുഷ്യന്റെ കഥ പറയുന്ന പുസ്തകങ്ങളുണ്ട്. പണ്ടുമുതലേ അക്ഷരങ്ങളെയും അറിവിനെയും ആരാധിച്ചിരുന്നവരാണ് നമ്മൾ. ഓണക്കാലത്തെ പഴഞ്ചൊല്ലുകളും പഴംപാട്ടുകളും നമ്മിൽ ഉണർത്തുന്ന വികാര വിചാരങ്ങൾ സ്വന്തം ജീവിതത്തിന്റെ സൗന്ദര്യം തന്നെയാണ്.
മറവിക്ക് വിട്ടുകൊടുക്കാത്ത കൊയ്ത്തുപാട്ടുകളുടെ ഈണങ്ങളും ഓണം തന്ന സമ്മാനങ്ങളാകുന്നു. ഈ ധന്യതയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് നാം മാവേലി തമ്പുരാനെ വരവേൽക്കുന്നത്. ഒരു നല്ല കാലത്തിന്റെ ഓർമ്മപ്പെയ്ത്തിലൂടെ നടക്കുമ്പോൾ നാം കാണുന്ന നല്ല കാഴ്ചകളിൽ നമ്മുടെ മുൻ തലമുറയുടെ അധ്വാനവും വീർപ്പുമുണ്ട്. അവർ പാടിത്തന്ന പാട്ടിന്റെ താളങ്ങളിൽ ചുവടുവയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണരുന്ന ആഹ്ലാദ നിമിഷങ്ങളിൽ സ്വയം മറക്കാറുണ്ട് നമ്മൾ. നമുക്ക് മുന്നേ നടന്നു പോയവർ നമ്മോട് പറയുന്ന ജീവിതത്തിന്റെ പാഠങ്ങളിൽ അവർ പറയുന്ന ഒന്നാം പാഠം തന്നെ നിന്നേക്കാൾ എത്രയോ ഓണം കൂടുതൽ ഉണ്ടിട്ടുണ്ട് ഞാൻ എന്നാണല്ലോ. മനുഷ്യബുദ്ധിയാകുന്ന അരയന്നത്തിന് മുന്നിൽ തുറന്നു വെച്ച വെള്ളം ചേർത്ത പാലാണ് പുരാണങ്ങൾ. അതിൽ നിന്ന് വെള്ളം മാറ്റി നറും പാൽ മാത്രം നമുക്ക് നുണയാനായാലേ ബുദ്ധിക്ക് തെളിമയുണ്ടെന്ന് പറയാനാവൂ. നിർഭാഗ്യവശാൽ ഇന്ന് സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ആചാരങ്ങളും വളച്ചൊടിച്ച് വികൃതമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും. മഹാബലി വെറുമൊരു കോമാളി വേഷവും വാമനൻ ഈശനുമായി മാറുന്നു. സമ്പന്നമായിരുന്ന ഒരു മിത്ത് മറയത്തേക്ക് മാറ്റപ്പെടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഒരിക്കൽ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയും ആ കാലത്തിന്റെ നന്മ വിളിച്ചു ചൊല്ലലും തന്നെയായി ഈ ഓണാഘോഷം നിലനിൽക്കണം. മാവേലി നാടുവാണിടും കാലം എന്ന പ്രസിദ്ധമായ ഈരടികൾ ഒരിക്കലും മാഞ്ഞു പോവാതെയിരിക്കണം. മലയാണ്മയുടെ ഓണം തിരിച്ചുപിടിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് നമ്മുടെ മനസ്സുണരണം.